പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറയിലെ ഒരുപാട് പേർക്ക് സുപരിചിതമായ ഒരു കൊട്ടാരമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു എറണാകുളത്ത് നിന്നും 10 കിലോമീറ്റർ അകലെ തൃപ്പൂണിത്തുറയിലുള്ള കുന്നിന്മേൽ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹിൽ പാലസ്. 1865 പണിതീർത്ത ഈ കൊട്ടാരം രാജകുടുംബത്തിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ശേഷം സംസ്ഥാനത്തെ ആദ്യത്തെ പുരാവസ്തു മ്യൂസിയമാക്കി മാറ്റുകയായിരുന്നു. കൊച്ചി മഹാരാജാവായിരുന്ന ശ്രീ ശക്തൻ തമ്പുരാൻ തന്റെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് 1865 പണി കഴിപ്പിച്ചതാണ് ഹിൽ പാലസ്. 1980 കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി. പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന എണ്ണച്ചായ ചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, ശില്പങ്ങൾ, താളിയോലകൾ, കൊച്ചി മഹാരാജാക്കന്മാരുടെ അമൂല്യ വസ്തുക്കൾ, രാജസിംഹാസനങ്ങൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ പൈതൃക മ്യൂസിയമായ ഈ കൊട്ടാരം 49ഓളം കെട്ടിടങ്ങളുടെ വൻ സമുച്ചയമാണ്. ചുറ്റും റോഡുകളും വൻ മരങ്ങളും അതുപോലെ തന്നെ കൊട്ടാരവളപ്പ് സ്ഥിതി ചെയ്യുന്ന പ്രദേശവും മനോഹരമായ ഉദ്യാനവും ഏകദേശം 52 ഏക്കറോളം വരുന്നു. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ജനശ്രദ്ധ പിടിച്ചുപറ്റിയുമായ മലയാള ചലച്ചിത്രം മണിച്ചിത്രത്താഴിൻ്റെ പ്രധാന ലൊക്കേഷനായിരുന്നു തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ്. ഈ കൊട്ടാരവും മ്യൂസിയവും കാണുവാനായിട്ട് സന്ദർശകർക്കായി തിങ്കളാഴ്ച ഒഴികെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ സന്ദർശകർക്കായി സമയം നിജപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവിടെ ടിക്കറ്റ് ചാർജ്. ഒരുപാട് പ്രദേശവാസികളും സായാഹ്ന സവാരിയും മറ്റും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു പ്രധാന സ്ഥലം കൂടിയാണ് തൃപ്പൂണിത്തുറയിലുള്ള ഹിൽ പാലസ്. ഇതിനോടൊപ്പം കുട്ടികൾക്കായുള്ള പാർക്കും സജ്ജീകരിച്ചിട്ടുണ്ട്. വിദേശികളും സ്വദേശികളുമായ ഒരുപാട് വിനോദസഞ്ചാരികളുടെ പ്രധാന സന്ദർശന കേന്ദ്രം കൂടിയാണ് തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ്. കൊച്ചി എന്ന പേരിന് പിന്നിൽ പല അപവ്യൂഹങ്ങളും ഉണ്ടെങ്കിലും കൊച്ച് അഴിയാണ് പിന്നീട് കൊച്ചിയായത്. ഇതാണ് കൊച്ചി മഹാരാജാവിന്റെ സിംഹാസനം. കരിവീട്ടിൽ പണിത് 1500 ബ്രിട്ടീഷ് വെള്ളി രൂപ തൂക്കം വരുന്ന വെള്ളി കൊണ്ട് കെട്ടിയതാണ്. പാദമിടമാട്ടെ കരിവീട്ടിൽ പണിത് വെള്ളി കൊണ്ട് കെട്ടിയത്. കൊച്ചി രാജകുടുംബം മരുമക്കത്തായമാണ് പിന്തുടർന്നു പോന്നിരുന്നത്. ഭരണാധികാരം പുരുഷന്മാർക്കായിരുന്നു. കൊച്ചി രാജ്യചരിത്രത്തിലെ ഒരേ ഒരു സ്ത്രീ ഭരണാധികാരിയാണ് റാണി ഗംഗാധര ലക്ഷ്മി. 1656 മുതൽ 1658 വരെയാണ്. യാത്രാ സൗകര്യങ്ങളുടെ പരിമിതികൾ, ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ ഇവയെല്ലാം കൊച്ചി രാജാക്കന്മാരുടെയും കുടുംബങ്ങളുടെയും യാത്രകളെ നിയന്ത്രിച്ചിരുന്നു. ദൂരയാത്രകൾ വേണ്ടിവരുമ്പോൾ പതിവുള്ള അകമ്പടിക്കാർ കൂടാതെ സ്വന്തം പാചകക്കാരെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. കൊച്ചി രാജ്യത്ത് പൊതുവെ ജാത്യാധിഷ്ഠിത വിദ്യാഭ്യാസ രീതിയാണ് നിലനിന്നു പോന്നിരുന്നത്. 1818 കൊച്ചി മഹാരാജാവ് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളം പഠനഭാഷയായ പള്ളിക്കൂടങ്ങൾ ആരംഭിക്കണമെന്ന് വിളംബരം ചെയ്തു. 1845 രാജകുടുംബങ്ങൾക്ക് വേണ്ടി തൃപ്പൂണിത്തുറയിൽ ഒരു ഇംഗ്ലീഷ് സ്കൂളും എറണാകുളത്ത് ശ്രീ രാമവർമ്മ സ്കൂളും തുറന്നു. 1875 എറണാകുളത്ത് മഹാരാജാസ് കോളേജ്, 1889 തൃശൂർ സെന്റ് തോമസ് ക്രിസ്തീയ മിഷണറി രാജാക്കന്മാരുടെ സഹായത്തോടെ തൃശൂരും മട്ടാഞ്ചേരിയിലും എറണാകുളത്തും പെൺപള്ളിക്കൂടങ്ങൾ കൂടി തുറന്നു. 1890 വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായി. പ്രാദേശിക ഭാഷയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഒരു പ്രത്യേക വകുപ്പിന്റെ കീഴിലായി. സംസ്ഥാനത്തെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പൊന്നുരുന്നിയിൽ സ്ഥിതി ചെയ്യുന്ന SRV സ്കൂൾ എറണാകുളം. രാജഭരണകാലത്ത് കേരളത്തിൽ നിലനിന്നു പോന്നിരുന്ന ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് വളരെ ലളിതമായി വിസ്തരിച്ചു തരുന്ന ഒരുപാട് ചിത്രങ്ങൾ ഈ കൊട്ടാരം മ്യൂസിയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കിളിവാതിലിലൂടെ നോക്കുമ്പോൾ കാണുന്ന തിരുമുറ്റവും അതിനോട് ചേർന്നുള്ള ഉദ്യാനവും കൊട്ടാരത്തിന് ഏറെ ഭംഗി നൽകുന്ന ഒന്നാണ്. ഇനി നമുക്ക് സിനിമയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ ഗോപുരം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മണിച്ചിത്രത്താഴ് സിനിമയിലെ ഒരു പ്രധാന ലൊക്കേഷനായിരുന്നു ഈ കൊട്ടാരവും ഇതിനോടനുബന്ധിച്ച് കിടക്കുന്ന പ്രദേശങ്ങളും. അതിൽ സുരേഷ് ഗോപിക്ക് വിഷം കൊടുത്തു എന്ന് കരുതി നമ്മുടെ ലാലേട്ടൻ ഓടി വരുന്ന ആ ഒരു സീൻ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അത് പ്രധാനമായും ചിത്രീകരിച്ച ആ ഒരു ഇടനാഴിയാണ് ഈ കാണുന്നത്. കാരണം പപ്പുച്ചേട്ടനും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ സീനുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിരിച്ചിട്ടുള്ളത്. ലാലേട്ടൻ വെള്ളം വെള്ളം എന്ന് പറയുമ്പോ പപ്പുച്ചേട്ടൻ ചാടിയില്ലേ വെള്ളം വെള്ളം ഓർമ്മണ്ട. ലാലേട്ടനും സുധീഷും കൂടിയുള്ള ആ കുളത്തിന്റെ കോമ്പിനേഷൻ സീൻ എടുത്ത കുളമാണ് ഈ കാണുന്നത്.
സായാഹ്ന സവാരിക്ക് പുറത്തു പോകുന്നവരും കുടുംബമായി സമയം ചെലവഴിക്കാൻ സമീപ പ്രദേശങ്ങളിലോ പാർക്കുകളോ ഒക്കെ തിരഞ്ഞെടുക്കുന്നവർക്ക് പറ്റുന്ന ഒരു അനുയോജ്യമായ സ്ഥലം തന്നെയാണ് ഈ കൊട്ടാരവും അതിനോട് ചേർന്നുള്ള മ്യൂസിയവും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് കൊട്ടാരത്തിന് പിൻവശത്തായി ഒരു ചായക്കടയും അതിനോട് ചേർന്ന് ഒരു മാൻ വളർത്തുന്ന പാർക്ക്. മ്യൂസിയത്തിൽ ഇനിയും കാണാത്തതും കാണിക്കാത്തതുമായ ഒരുപാട് വസ്തുതകൾ അവർ അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചില നിയന്ത്രണം കൊണ്ട് നമുക്ക് ക്യാമറയും മറ്റൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും നേരിട്ട് തന്നെ വന്ന് കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ, രത്നങ്ങൾ, ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന കൊട്ടാരവും മ്യൂസിയവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.